വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഹരിക്കുട്ടൻ പിന്നെ നമ്മുടെ അടുത്തോട്ട് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ എന്നോട് എന്നാ ചാടല്ലേ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഫുള്ളി പാക്ഡ് ആണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഹരിക്കുട്ടനുണ്ട് കേട്ടോ. ഹരിക്കുട്ടൻ ലാസ്റ്റ് വീഡിയോക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇവന് ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പൊ അവരോട് ഹായ് പറഞ്ഞേക്ക്. കാരണം ഹരിക്കുട്ടൻ നമ്മൾ കുട്ടനാട് പോയിരിക്കുമായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും 12 മണിയായിരുന്നു. പിറ്റേ ദിവസം എന്താ നീ ഇവിടെ വീട്ടിലില്ലായിരുന്നല്ലേ? അമ്പലത്തില ഒരു ഫുൾ അമ്പലത്തിൽ പോയില്ല ഒരു ദിവസം. നീ കുറെ അമ്പലത്തിൽ പോയില്ല. 5 അമ്പലത്തിൽ. അപ്പൊ ഹരിക്കുട്ടൻ നമുക്ക് ആ വീഡിയോക്കകത്ത് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഹരിക്കുട്ടനായിട്ട് നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. ഇവന്റെ രാവിലത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ എവിടെ പോകാന്നറിയോ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ എവിടെ പോകാന്ന്? ചെറിയൊരു ഗസ്, ചുമ്മാ ഗസ് ചെയ്തോ. എന്താണ് പറയാം? ഒട്ടും ഗസ്സില്ല, ഒരു ഐഡിയ ഇല്ല. നീ എന്റെ ഫോൺ എടുത്ത് നോക്കിയേ. എന്റെ ഫോൺ കണ്ടിട്ട് എന്റെ ഫോൺ കണ്ടിട്ട് നിനക്ക് എന്നാ തോന്നുന്നേ? എന്നാലും പൊട്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ. ആണോ, മൊത്തം പൊട്ടി അല്ലേ? അപ്പൊ നമ്മൾ ഇത്ര നാൾ എന്നാത്തിലായിരുന്നു വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നേ? നമ്മൾ ഫോണിലൊക്കെ എടുക്കത്തില്ലായിരുന്നോ? ഫോണിലും ഫോട്ടോ ഒക്കെ എടുക്കത്തില്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ ഫോൺ ഡാമേജ് ആയി കേട്ടോ. അത് വളരെ നല്ല രീതിയിലുള്ള ഡാമേജ് ആണ്. ഞാൻ ഏകദേശം 2 വർഷം ഇതിനെ ഉപയോഗിക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ ഉപയോഗിച്ചു ഐഫോൺ SE ആണ്. അപ്പൊ ഇന്നൊരു പുതിയ ഫോൺ മേടിക്കാൻ പോവാ. ഫോൺ മേടിച്ചാലോ? എന്നാലും നിന്നെ അവരെ അന്വേഷിക്കുമ്പോ നീ ഒന്നും പറയാതിരിക്കുന്നത് ശരിയാണോ എന്റെ ഹരിക്കുട്ട? എനിക്കൊന്നും പറയില്ല. അവര് നീ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു സങ്കടമാകും. അറിയാം നിനക്ക്. ബാംഗ്ലൂർ പോകാം. എടാ, നമ്മൾ എവിടെ പോകുന്നത് അറിയോ? നമ്മൾ കോട്ടയത്തുള്ളൊരു കടയിലാണ് പോകുന്നത്. ഇപ്പൊ MC റോഡിലാണ്. ഇന്ന് ഇവരെ രണ്ടുപേരും കടയിൽ കയറാൻ പറ്റത്തില്ല. അതെന്താന്ന് കാണിച്ചില്ല അവിടെ ചെല്ലുമ്പോൾ കേട്ടോ. നീ ഇപ്പൊ എത്ര ദിവസമായി പുറത്തിറങ്ങിയിട്ട്? എടാ, നിനക്ക് വേറെ കാര്യം പറയാനില്ലേ എല്ലാരോടും? ഉണ്ട്. കഴിഞ്ഞ ദിവസം വീടിന്റെ എന്നെ എടുക്കാനാ പോയി. അത് പറഞ്ഞേ എന്റെ പൊന്നോ. അത് പറഞ്ഞേ അവളോട്. ഉറക്കെ പറ, അങ്ങനെ പറ. ഞാനും അമ്മയും ചേച്ചിയും കൂടി വീടിന് കുറ്റി അടിക്കാൻ പോയതായിരുന്നു. എവിടെ കുറ്റി അടിക്കാൻ പോയി? ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീട്ടിലോ? ഞങ്ങളുടെ വീട് പണിയാൻ പോകുന്ന സ്ഥലത്ത്. എവിടെ? ഹരിക്കുട്ടനൊക്കെ വില്ലൂന്നിന് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വീട് പണിയാൻ പോവാ. അപ്പൊ വീട് പണിയുന്നതിന്റെ കുറ്റി വെക്കാൻ വേണ്ടി ഇത് ഗൈസ്, ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഹരിക്കുട്ടൻ പിന്നെ നമ്മുടെ അടുത്തോട്ട് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാ നീ വരുമോ? മേരിയാന്റിനെ? അപ്പൊ എന്നാ മേരിയാന്റിനെ കാണാൻ വരുമോ? അതിനാ മേരിയാന്റിനെ കാണാൻ വരുന്നേ? എങ്ങനെ വരും നീ? നിനക്ക് വഴി അറിയാവോ? ഗൈസ്, ഹരിക്കുട്ടൻ സ്ഥലം മേടിച്ചിരിക്കുന്നത് ജോബിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അതായത് ജോബിന്റെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ സ്ഥലം കാണാൻ പറ്റും. അപ്പൊ ഇവ വരുമെന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സൈക്കിളൊക്കെ മേടിച്ച് കൊടുക്കും. സൈക്കിളൊക്കെ ചവിട്ടെങ്കിൽ പോരാ. ഹരിക്കുട്ടൻ ഓരോ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാടാ അവന്റെ പ്ലാൻസ് എന്ന് പറഞ്ഞാ? വീട് വെച്ച് ഇനി മീനൊന്നും മേടിക്കത്തില്ല. ഇനി വീട് വെച്ച് കഴിഞ്ഞ് ഒരു കുളം ചെറുതായിട്ടുണ്ടാക്കി എനിക്ക് ചാടാൻ പറ്റുന്ന ഉണ്ടാക്കി തരുന്നേ? ആരാ കുളം സ്പോൺസർ ചെയ്തേക്കുന്നേ? ഹരിക്കുട്ടന് കുളം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പയ്യെ വരും വീട് പണിയൊക്കെ കഴിക്കുന്ന സമയത്തിലേക്ക്. പിന്നെ പട്ടീനെ മേടിക്കും. എന്നാ പട്ടീനെ മേടിക്കുന്നേ? ഒരു പട്ടീനെ മേടിക്കും. അപ്പൊ ഇത് രണ്ടുമാണ് ഹരിക്കുട്ടൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ പ്ലാൻ? ആട്. പിന്നെ ഒരു മുയല്. ചിലപ്പോ എനിക്ക് വയ്യ, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിത് കടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. MC റോഡ് ഫുള്ളാണ് കേട്ടോ. ഞാൻ ഏത് ഫോണാണ് മേടിക്കുന്നത് എനിക്കറിയോ? നമ്മുടെ തമ്മിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏത് ഫോണാണ് മേടിക്കുന്നത്. പക്ഷെ ഹരിക്കുട്ടനൊന്നും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇവന് ഫോണിനെ കുറിച്ച് അത്രയ്ക്ക് വലിയ നോളജ് ഒന്നും ഉണ്ടായിരിക്കാനുള്ള ചാൻസും ഇല്ല. അപ്പൊ നമ്മളിത് കടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പാർക്ക് ചെയ്യണം. ഞാനും അങ്കിളുമാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ 2 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഹരിക്കുട്ടൻ ഞാൻ മേടിച്ചു വന്നിട്ട് കണ്ടാൽ പോരെ? അത്ര നേരം വണ്ടി AC ഓൺ ആക്കി ഇവിടെ ഇട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പോയി മേടിച്ചിട്ട് വരാം. ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറ. അപ്പൊ ഫോൺ കണ്ടു കഴിയുമ്പോഴേക്കും നീ പറയുമല്ലോ നല്ല ഫോണാണോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഒന്ന്? ഫോൺ മേടിച്ചോണ്ട് വരുമ്പോഴേക്കും നീ കണ്ടിട്ട് പറയുമല്ലോ നല്ല ഫോണാണോ അല്ലേ ഒന്ന്? ഉറപ്പായിട്ടും പറയുമല്ലോ. ഓക്കെ.
നമ്മൾ ഐഫോണാണ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി കാണും. ഇവർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഇവിടെ ഇല്ലാന്നല്ലേ സ്റ്റോക്ക്. നമ്മൾ കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്കില്ല. കാര്യം ഗ്രീൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ല കളർ. ചേട്ടാ ഒന്ന് കുറച്ച് കാണിക്കും. ഇല്ല വേണ്ട, ചേട്ടനോട് കൂടെ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ചിക്കു. ചിക്കു അടിപൊളി. അതെ അതെ. ഫ്രീ ക്യാമറയാണ്, അതാണ് ഫോൺ പറയുന്നത്. അതെ അതെ, ട്രിപ്പിൾ ക്യാമറ വരുന്നത്. നമുക്ക് വേണ്ടതാണ് മേടിക്കാം. ബാക്കി ആക്സസറീസ് എല്ലാം തന്നെ ചാർജർ ഹെഡ്സെറ്റ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ പപ്പയും മമ്മിയും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാനിങ്ങനെ പറഞ്ഞാൽ ഫോൺ മാറുന്ന കാര്യം. കഴിഞ്ഞ ദിവസം മീനെ കണ്ട പോലെ. ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ആളുടെ മുഖം ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ലിസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു കേട്ടോ. അജിത്ത് അല്ലേ? അജിത്ത്. നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുമ്പോഴേക്കും ചേട്ടനെ സ്ഥിരം കാണുന്നതാണ്. ചേട്ടൻ എപ്പോഴും നമ്മുടെ കൂടെ വന്ന് വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഫോൺ ഫുൾ സെറ്റാണ് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഫൈനലി നമ്മൾ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നുള്ള റിയാക്ഷൻ. അതിനു മുമ്പ് കാറയിൽ കരോ ഏതിന്റെ ഫോണാണെന്ന് നീ പറഞ്ഞു? ഓറഞ്ചോ? ആപ്പിളിന്റെ ഫോണാണോ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ മറിക്കേ ഇവിടെ വെക്ക്. എങ്ങനെയുണ്ട്? പെട്രോൾ തീർന്നോ? നമ്മള് ഇത്രയും നേരം പിള്ളേർ വണ്ടിക്ക് തിരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള ലക്ഷറി ലൈഫ്. പെട്രോൾ തീർന്നോ? പെട്രോൾ കുറച്ചുകൂടെ ഉള്ളു. ഇഷ്ടപ്പെട്ടോ? ഇത് കാണുമ്പോൾ മേരിയാന്റെ റിയാക്ഷൻ എന്നതായിരിക്കും? പറഞ്ഞിട്ടില്ല ഞാൻ. ഫോൺ മേടിച്ച് കാര്യം ഞാൻ മേരിയാന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നീ പറഞ്ഞനുസരിച്ച് എനിക്ക് ഇടി കിട്ടും. ആണോ? കുഴപ്പമില്ല ഗൈസ്. ഹരിക്കുട്ടൻ പറയുന്ന അനുസരിച്ച് എനിക്കിന്ന് മമ്മിയുടെ ഇടി കിട്ടുമെന്നാണ്. കാര്യം ഞാൻ ഇക്കാര്യം ഫോൺ മേടിക്കുന്ന ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട്. നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പട്ടീനെ മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഞങ്ങൾ പട്ടീനെ മേടിക്കാൻ പോകുന്നത്. ചേച്ചി അവിടെ പട്ടീനെ കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിനെ പോലെ. നമുക്ക് വീട്ടിൽ ചെന്ന് നോക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഡ്രൈവ് ഉള്ളു ഇവിടുന്ന്. യെസ്, ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കണ്ടേ? ഫോൺ എടുക്കണ്ടേ? ഡിക്കി ഓപ്പൺ ചെയ്യും. ഡിക്കി ഓപ്പൺ ചേച്ചി. ഡിക്കി ഓപ്പൺ ചെയ്യും. ചേച്ചി ഉറക്ക്. ചേച്ചി എന്നാ സാധനം ഉണ്ടെന്ന് അറിയാലോ? എന്നാ പറഞ്ഞേ? ചാടല്ലേ? ഫ്രണ്ടിലത്തെ സീറ്റില്ല. തുറക്ക്. കവറിനകത്തായിരിക്കും. സത്യം മറാഠിയില് കയ്യിലുണ്ടോ? അയ്യോ, സത്യം മറാഠിയില് കയ്യിലുണ്ടോ? ആരും കയ്യിലുണ്ടോ? കുഞ്ഞപ്പന്റെ പോക്കറ്റ്. എന്റെ പോക്കറ്റിനത്. അമ്മി ഈ കവറിന് അതെന്നെ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു മമ്മി ഒരു ഐഡിയ ഇല്ല ആർക്കും. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. അച്ചാച്ചനും ജിനാച്ചനും മാത്രം അറിയാം. ഇത് ഞാൻ വിജൃംഭിച്ചിരിക്കുക. നീ എന്നോട് പട്ടീനെ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. ചേച്ചി ഡിസപ്പോയിന്റഡ് ആണ്. വില കസിയതേ
അതെപ്പോഴും ഉള്ളത്. പപ്പ നിന്ന് കേസ് ചെയ്തേ കൊടുക്കുക, കയ്യിലോട്ട് കൊടുക്കുക. 50,000 രൂപ നോക്കിയിട്ടൊന്ന് മൊത്തമായിട്ടൊന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്ക്. അല്ലാതെ പപ്പ പറഞ്ഞതിന്റെ ഇരട്ടിയായി കാണും. 50-60. 50-60 പപ്പ പറഞ്ഞതിന്റെ ഇരട്ടിയായി കാണും. കൃത്യം 3 രൂപ. പപ്പ പറഞ്ഞതിന്റെ ഇരട്ടി. ഫോണിന്റെ വില 1,20,000 രൂപ. 21,300 രൂപ. 1,21,300 രൂപ. അതിനകത്ത് ഫോണൊക്കെ ഉണ്ടോ? അതൊക്കെ ഇത് കാർ മേടിക്കാന്നോ? മമ്മി കാർ മേടിച്ച ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ അതായത് എനിക്കിനി മുതല് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ക്യാമറയും വീഡിയോയും എല്ലാ പർപ്പസിനും ഒറ്റ ഫോൺ. ഏത് ക്യാമറ? ഇതോ എന്റെ ഗോപ്രയോ? ഗോപ്ര എന്ത് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മമ്മിക്ക് പുതിയ ചാനൽ തുടങ്ങാനോ? മമ്മിയുടെ കുക്കിംഗ് ചാനൽ ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഉടനെ തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പൊ ഫോൺ നമ്മൾ ഓൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, എന്താണെങ്കിലും അപ്പൊ നമ്മൾ ഫോൺ തുറക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ഇതിനകത്ത് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗച്ചുണ്ട്. എന്റെ ആയിരിക്കൂടാ ഇതിനകത്ത് ഫസ്റ്റ് ഇതുണ്ടോ ഹലോ, അതിവിടെ ഹോം സ്ക്രീൻ ഓൺ ആക്കിയാലും അത് തന്നെയായിരിക്കും കാണിക്കുന്നത്. പിന്നെ സിം അൺലോക്ക് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ സംഭവങ്ങൾ, പിന്നെ ആപ്പിളിന്റെ ലോഗോ ഉണ്ട് കേട്ടോ. ഇതിന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതപ്പോൾ നമ്മൾ ഹരിക്കുട്ടന് കൊടുക്കുവാണ്. അത് കാണിച്ചടാ എന്നത്. അത് കൂടാതെ ഇതിനകത്ത് ഹെഡ്ഫോൺ ഉണ്ട് കേട്ടോ. ഹെഡ്ഫോൺ ഈ ഐഫോണിന് വരുന്നത് ഇപ്പം ചാർജിങ് പിന്നാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചാർജിങ് പോർട്ടിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അല്ലാതെ വേറൊരു സ്ലോട്ട് ഇല്ല ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനായിട്ട്. അത് കൂടാതെ പിന്നെ വരുന്നത് ചാർജറാണ്. ചാർജറും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ ചാർജറിനകത്ത് സി ടൈപ്പ് ആണ്. എന്റെയൊക്കെ നോക്കി കഴിഞ്ഞാൽ USB ആയിരുന്നു. ഫോൺ നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ആപ്പിളിന്റെ ലോഗോ ആസ് യൂഷ്വൽ. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കവർ ഇടാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഫോൺ താഴെ പോകുന്നതാണ്. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓൺ ആകും. സ്വൈപ്പ് ചെയ്യട്ടെ? ആയിക്കോട്ടെ, സ്വൈപ്പ് ചെയ്ത് വേണമെങ്കിൽ മേളിലേക്ക്. അടിപൊളി. അപ്പം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്. ഇന്ത്യ. സെറ്റിംഗ് ദ ലാംഗ്വേജ്. കണ്ടോ, ലാംഗ്വേജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ലാംഗ്വേജ്. സെറ്റപ്പ് മാനുവലി. ബ്രിങ് യുവർ കറന്റ് ഐഫോൺ. അപ്പോൾ നമുക്കൊരു ഐഫോൺ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ പഴയ ഐഫോൺ. ഒന്നും ചെയ്യേണ്ട. സെറ്റപ്പ് ന്യൂ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ക്വിക്ക് സ്റ്റാർട്ട് ഉണ്ട്. സെറ്റപ്പ് ന്യൂ ഐഫോൺ. നമ്മുടെ Gmail ID ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 11 Pro പടം ഉണ്ടോ നോക്കി കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ കണ്ടിന്യൂ സെറ്റപ്പ് മാനുവലി. കീബോർഡ് ഇംഗ്ലീഷ്. ഓക്കെ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നെറ്റിൽ കണക്ട് ചെയ്യാം. ഇറ്റ് മേ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ. വൈഫൈ കണക്ട് ആയി. നമ്മുടെ ടൈം ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂ. ഫേസ് ID ഇത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് ID സ്കാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ. താടി വെട്ടി കഴിയുമ്പോഴേക്ക് ഇത് പ്രശ്നമാകുമോ? ഫേസ് ID ഈസ് നൗ സെറ്റപ്പ്. ഓക്കെ, കണ്ടിന്യൂ. ക്രിയേറ്റ് എ പാസ്വേഡ്. പാസ്വേഡ് കണ്ട ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഹരിക്കൂട്ടം മാത്രമേ തെളിവുള്ളൂ. iCloud ബാക്കപ്പ്. റീസ്റ്റോർ ഫ്രം മാക് ഓർ PC. ട്രാൻസ്ഫർ ഡയറക്ട്ലി ഫ്രം യുവർ ഐഫോൺ കേട്ടോ. കണക്റ്റിംഗ്. ഇനി നമ്മൾ ഈ കോഡ് ഇതുണ്ട്. ഇതൊരു കോഡാണ്. ഈ കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. ഓക്കെ, സിമ്പിളായിട്ട് ക്യാമറയുടെ വെക്കുക. ഓക്കെ, അപ്പോൾ അത് സ്കാൻ ആയിട്ടുണ്ട്. എൻ്റർ പാസ്കോഡ് ഫോർ യുവർ അതർ ഫോൺ. അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ പഴയ ഫോണിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. ഇത് നമ്മൾ സിറി സെറ്റപ്പ് ചെയ്യണേ. ഹേയ് സിറി സെൻഡ് എ മെസ്സേജ്. ഹേയ് സിറി സെൻഡ് എ മെസ്സേജ്. ഹേയ് സിറി വാട്ട്സ് ദ വെദർ ലൈക്ക് ടുഡേ. ഹേയ് സിറി സെറ്റ് എ ടൈമർ ഫോർ 3 minutes. ഹേയ് സിറി പ്ലേ സം മ്യൂസിക്. ഞാനിവിടെ ഹേയ് സിറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലും ഞാനത് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ. ട്രാൻസ്ഫറിംഗ് ഡേറ്റ ഫ്രം സെബിൻ. ഇവിടെ ഒരു കമ്മിങ് ആരോ മാർക്കുണ്ട്. ഇവിടെയാണെങ്കിൽ ട്രാൻസ്ഫറിംഗ് ഡേറ്റ. ഇവിടെ ഒരു ഔട്ട് ഗോയിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റഡ് ടൈം അവർ കാണിച്ചിട്ടില്ല. ഒരു നല്ല സമയം എടുക്കും. 128 GB 42 minutes 47 minutes. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. അപ്പം അവരൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഫോൺ വിൽക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് സെറ്റിംഗ്സ് ഫുൾ ഇറൈസ് ചെയ്യണം, കണ്ടന്റ് ഫുൾ ഇറൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, നമ്മുടെ ഈ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐഫോൺ എങ്ങനെ ഇരിക്കുന്നത് കണ്ടല്ലോ. ഇതായിരുന്നു എൻ്റെ ഹോം സ്ക്രീനും ഇതിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ. ഓക്കെ, നമ്മുടെ ചാനൽ 57% വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോട്ട് സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സബ്സ്ക്രൈബ്ഡ് 42% ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഫോൺ ഓൺ ചെയ്യാവേ. സ്വൈപ്പ് അപ്പ് ആണ്. റീസ്റ്റോർ കംപ്ലീറ്റഡ്. ദ ആപ്സ് ആൻഡ് ഡേറ്റ വിൽ കണ്ടിന്യൂ ഡൗൺലോഡിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ ആപ്പിൾ ID പാസ്വേഡ് കൊടുക്കണം. ഇവിടെ ഒരു ആപ്പിൾ ID വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിംഗ് iCloud സെറ്റിംഗ്സ് ആണ് കേട്ടോ. ഗോസ് ടു ഹോം. ഇത് അവരുടെ ട്രെയിനിങ്സ് ആണ് കേട്ടോ. വെൽക്കം ടു ഐഫോൺ. സ്വൈപ്പ് അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. പെർഫെക്റ്റ് ഗൈസ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മറ്റേ ഫോൺ യൂസ് ചെയ്തത് അതേപടി തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. കണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ അത് കാണിക്കാനൊന്നുമില്ല. എന്താ കാണിക്കാനുള്ളല്ലേ പ്രത്യേകിച്ച്. കാരണം ഇതൊക്കെ ഇറങ്ങിയിട്ട് ഒരു 6-7 മാസം ആയ ഫോണാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് വേണ്ട ഒരു സാധനം ഇതായിരുന്നു കേട്ടോ. ഇത് കേട്ടോ, വൈഡ്. നമ്മുടെ ഗോപ്രോയിൽ കാണുന്ന സെയിം വൈഡ്. ഇതായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ള സാധനം. എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആണ് എന്റെ വ്ളോഗ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, ഞങ്ങളെല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ ഇനി കുളത്തിൽ ചാടാൻ പോവാണ്. നമ്മൾ കുളത്തിൽ ചാടുന്ന കാര്യം കണ്ടിട്ടുണ്ടോ? കാണാൻ പറയുന്ന
എന്നാ കണ്ടേ? ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്ത് കമന്റ് ചെയ്യണം, എന്ത് ലൈക്ക് ചെയ്യണം? വെള്ളത്തിൽ ചാടുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ കുളത്തിന്റെ പണി പാർട്ട് 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഈ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ കുളത്തിൽ ചാടാൻ പോവാണ്. കുളത്തിൽ ചാടുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സിറിയക്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹരിക്കുട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ഇത്രയും നാൾ ഞാൻ സമയമില്ല പറയാം. ഓക്സിജൻ ഇത് അല്ലല്ല പറഞ്ഞോ, അങ്ങനെ പറഞ്ഞോ. ഇല്ല, അങ്ങനെ പറഞ്ഞോ. അല്ല സാധാരണ ഇതാണോ പോയത്? അടിപൊളിയാണല്ലോ. വീഡിയോ എടുക്കുന്ന ആളെ കണ്ടല്ലോ. ഓക്കെ, ചാടട്ടെ? റെഡിയല്ലേ? റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ?